നമസ്കാരം. ഇന്നത്തെ ഈ പുതിയ ശാസ്ത്രവിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നമ്മളിൽ പലർക്കും വലിയൊരു അത്ഭുതമാണ്, അല്ലേ? ശാസ്ത്രലോകത്തെയും കമ്പ്യൂട്ടിംഗ് മേഖലയെയും ഒന്നടങ്കം മാറ്റിമറിക്കാൻ പോകുന്ന ആവേശകരമായൊരു സാങ്കേതിക വിദ്യയാണിത്. പക്ഷേ എങ്ങനെയാണ് വെറുമൊരു സിദ്ധാന്തത്തിൽ നിന്ന് ഇതൊരു ഭൗതിക യാഥാർത്ഥ്യത്തിലേക്ക് മാറുന്നത്? അതിനിടയിലുള്ള സങ്കീർണമായ വഴികളിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ടെക് വാർത്തകളിലൊക്കെ നമ്മൾ സ്ഥിരമായി ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നാം, അത്രമാത്രം മാന്ത്രിക ശക്തിയുള്ള ഒന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് നാം എല്ലാവരും ഇപ്പോൾ ഒരു ക്വാണ്ടം ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ജോലികൾ ചെയ്യാത്തത്? സത്യത്തിൽ നമ്മൾ കേൾക്കുന്ന വലിയ അവകാശവാദങ്ങളും ഇന്നത്തെ യഥാർത്ഥ ഭൗതിക യാഥാർത്ഥ്യവും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് ഈ വിശകലനത്തിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഈ സങ്കീർണമായ വിഷയത്തെ നമുക്ക് 5 ഭാഗങ്ങളായി തിരിക്കാം. 1. ക്വാണ്ടം വാഗ്ദാനം. 2. ഭൗതിക ക്യൂബിറ്റുകളുടെ പ്രശ്നം. 3. ക്വാണ്ടം നോയ്സ് കുറയ്ക്കൽ. 4. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സംയോജനം. അവസാനമായി ഭാവിയിലെ ഗവേഷണ അതിരുകൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നൽകുന്ന യഥാർത്ഥ വാഗ്ദാനം? സൂപ്പർപൊസിഷൻ, എൻഡാംഗിൾമെന്റ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തോ വലിയ മാന്ത്രിക വിദ്യയാണെന്ന് തോന്നാം, അല്ലേ? പക്ഷെ ഇതൊട്ടും മാന്ത്രികമല്ലാട്ടോ. നമ്മളൊരു നാണയം വായുവിൽ ടോസ് ചെയ്യുമ്പോൾ അത് കറങ്ങുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. താഴെ വീഴുന്നതുവരെ അത് ഹെഡുമല്ല ടെയിലുമല്ല, രണ്ടും കൂടിയ ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെയാണ് സൂപ്പർപൊസിഷൻ. ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിൽ ഇരിക്കാൻ ക്യൂബിറ്റുകൾക്ക് കഴിയും. ഇനി എൻടാംഗിൾമെന്റ് എന്താണെന്നോ? പ്രപഞ്ചത്തിന്റെ ഒരറ്റത്തുള്ള ഒരു ക്യൂബിറ്റും മറ്റൊരറ്റത്തുള്ള ക്യൂബിറ്റും തമ്മിൽ ഒരു അദൃശ്യബന്ധം. ഇത് അസാധ്യമെന്ന് കരുതുന്ന അതിവേഗ കമ്പ്യൂട്ടിങ്ങിനെ സാധ്യമാക്കുന്ന കൃത്യമായ ഗണിതശാസ്ത്രമാണ്. നമ്മൾ പൂജ്യത്തിന്റെയും ഒന്നിന്റെയും പരിമിതമായ ലോകത്തുനിന്ന് അനന്തമായ സാധ്യതകളിലേക്ക് മാറുകയാണ്. ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നമ്മൾ ദിവസവും കുടിക്കുന്ന കാപ്പിയിലെ കഫീൻ തന്മാത്രയുടെ ഘടന പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇന്നത്തെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് പോലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്രമാത്രം സങ്കീർണമാണത്. എന്നാൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഇത്തരം സങ്കീർണമായ കാര്യങ്ങൾ നിമിഷനേരം കൊണ്ട് പരിഹരിക്കാനാകും. പുതിയ ജീവൻരക്ഷാ മരുന്നുകൾ കണ്ടെത്താനും കാലാവസ്ഥാ വ്യതിയാനം കൃത്യമായി പ്രവചിക്കാനും ഇത് നമ്മളെ സഹായിക്കും. ശരിക്കും ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന കാര്യമാണിത്. വളരെ മനോഹരമായ സിദ്ധാന്തമാണ് നമ്മൾ കണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഈ സിദ്ധാന്തത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴുള്ള ആ വലിയ തടസ്സം എന്താണ്? ഡീകോഹെറൻസ്, പിന്നെ പാരിസ്ഥിതിക ശബ്ദം അഥവാ നോയ്സ്. ഇവരാണ് നമ്മുടെ ഈ ക്വാണ്ടം കഥയിലെ യഥാർത്ഥ വില്ലന്മാർ. നമ്മുടെ ഭൗതിക ക്യൂബിറ്റുകൾ വിചാരിക്കുന്നതിലും വളരെ ദുർബലമാണ്. കണക്കുകൂട്ടലുകൾ നടക്കുന്നതിനിടയിൽ എവിടെ നിന്നോ വരുന്നൊരു ചെറിയ റേഡിയേഷൻ അല്ലെങ്കിൽ താപനിലയിലുണ്ടാകുന്നൊരു ചെറിയ മാറ്റം, അതുമതി ആ ക്യൂബിറ്റുകളുടെ സൂപ്പർപൊസിഷൻ അവസ്ഥ പൂർണ്ണമായും തകരാൻ. ചുറ്റുപാടുമായുള്ള ചെറിയൊരു സമ്പർക്കം മതി കോടിക്കണക്കിന് രൂപയുടെ ആ കണക്കുകൂട്ടൽ മുഴുവൻ തകരാറിലാകാൻ. ഷോർസ് അൽഗോരിതം പോലെയുള്ള സൈദ്ധാന്തിക അൽഗോരിതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ ലോകത്തെ മുഴുവൻ ബാങ്കിംഗ് സിസ്റ്റങ്ങളുടെയും സുരക്ഷ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ഇതിന് കഴിയും. അതാണ് ഇതിന്റെ സിദ്ധാന്തപരമായ ശക്തി. പക്ഷേ യാഥാർത്ഥ്യം അതല്ലല്ലോ. നമ്മുടെ ഇന്നത്തെ ഹാർഡ്വെയറിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ക്യൂബിറ്റുകൾക്ക് അവയുടെ ക്വാണ്ടം അവസ്ഥ നിലനിർത്താൻ കഴിയുന്ന സമയം വളരെ വളരെ കുറവാണ്. നിരന്തരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണം ഒരു കണക്കുകൂട്ടൽ പോലും പിഴവില്ലാതെ പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, എങ്ങനെയാണ് നമ്മൾ ഇതിനെ മറികടക്കുന്നത്? അവിടെയാണ് ക്വാണ്ടം നോയ്സ് കുറയ്ക്കാനുള്ള നമ്മുടെ താൽക്കാലിക പരിഹാരങ്ങൾ കടന്നുവരുന്നത്. ഈ വെല്ലുവിളി എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. കേട്ടാ നിങ്ങൾ ശരിക്കും ഞെട്ടും. കേവലം ഒരു ലോജിക്കൽ ക്യൂബിറ്റിനെ, അതായത് പിഴവുകളില്ലാതെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരൊറ്റ ക്യൂബിറ്റിനെ സ്ഥിരതയോടെ നിർത്താൻ ഇന്ന് നമുക്ക് എത്ര ഭൗതിക ക്യൂബിറ്റുകളുടെ പിന്തുണ വേണമെന്നോ? ദശലക്ഷക്കണക്കിന്, അതെ, ലക്ഷക്കണക്കിന് ക്യൂബിറ്റുകൾ ചേർന്നാൽ മാത്രമേ വിശ്വസനീയമായ ഒരൊറ്റ കണക്കുകൂട്ടൽ നടത്താൻ നമുക്ക് സാധിക്കൂ. ഒന്നാലോചിച്ചു നോക്കൂ. ഇന്നത്തെ നമ്മുടെ കഴിവുകൾക്കും അപ്പുറത്തുള്ളൊരു കാര്യമാണിത്. ലക്ഷക്കണക്കിന് ക്യൂബിറ്റുകൾ അടങ്ങിയ ഒരു പൂർണ്ണ ഹാർഡ്വെയർ നമുക്കില്ലാത്തതുകൊണ്ട് ശാസ്ത്രജ്ഞർ വളരെ ബുദ്ധിപരമായ ചില കുറുക്കുവഴികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരുതരം ഡിജിറ്റൽ ഡക്ട് ടേപ്പ് ആണെന്ന് പറയാം. ഉദാഹരണത്തിന് സീറോ നോയ്സ് എക്സ്ട്രാപ്പൊളേഷൻ. സത്യത്തിൽ ഇവിടെ നോയ്സ് ഒഴിവാക്കുന്നതിനു പകരം മനഃപൂർവ്വം നോയ്സ് കൂട്ടി നൽകി യഥാർത്ഥ ഉത്തരം എന്തായിരിക്കുമെന്ന് സിസ്റ്റത്തെക്കൊണ്ട് ഊഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള എറർ മിറ്റിഗേഷനും. ഹാർഡ്വെയറിലെ പോരായ്മകളെ ഗണിതശാസ്ത്രം കൊണ്ട് മറികടക്കാനുള്ള ഗംഭീര തന്ത്രങ്ങളാണിവ. ഇനി നാലാമത്തെ വിഭാഗത്തിലേക്ക് വരാം.
കേവലം ഹാർഡ്വെയർ മാത്രം നന്നാക്കിയാൽ പോരാ, ഇതിനൊരു സംയോജിത പ്രവർത്തനം ആവശ്യമാണ്. സത്യത്തിൽ കുഴികൾ നിറഞ്ഞ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ റോഡ് പൂർണ്ണമായി നന്നാക്കാൻ കാത്തിരിക്കാറില്ലല്ലോ. പകരം ആ കുഴികളെ അതിജീവിക്കാൻ കഴിയുന്ന മികച്ച സസ്പെൻഷനുള്ള ഒരു വാഹനം നമ്മൾ നിർമ്മിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സംയോജനവും. ഹാർഡ്വെയറിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറാൻ കാത്തിരിക്കാതെ ആ പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് അതിലൂടെ തെന്നിമാറി സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ സോഫ്റ്റ്വെയറുകൾ മാറ്റിയെഴുതുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ബുദ്ധി. അപ്പോൾ നിലവിലെ അവസ്ഥ നമ്മൾ കണ്ടു. ഇനി അഞ്ചാമതായി ഭാവിയിലെ ഗവേഷണാതിരുകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാണ്ടം എറർ കറക്ഷൻ അഥവാ QEC രീതികളാണ്. ഓരോ ചെറിയ പിഴവും തിരുത്താൻ നമ്മൾ ചെലവാക്കേണ്ടിവരുന്ന ഊർജവും റിസോഴ്സുകളും വളരെ വലുതാണ്. ഇതിനെ ഓവർഹെഡ് എന്ന് വിളിക്കാം. 100% കൃത്യതയുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനായി ഉപയോഗിക്കേണ്ടിവരുന്ന ലക്ഷക്കണക്കിന് ക്യൂബിറ്റുകളെ നിയന്ത്രിക്കുക എന്നത് ഇന്നത്തെ സാങ്കേതികവിദ്യയ്ക്ക് സങ്കൽപ്പിക്കാൻ പോലുമാകാത്ത വലിയൊരു തടസ്സമാണ്. ശാസ്ത്രജ്ഞരുടെ മറ്റൊരു വലിയ തലവേദനയാണ് നോൺ മാർക്കോവിയൻ ഡൈനാമിക്സ്. സിമ്പിളായി പറഞ്ഞാൽ, കഴിഞ്ഞുപോയ കാര്യങ്ങളെ അല്ലെങ്കിൽ സ്വന്തം ചുറ്റുപാടുകളെ ഓർമ്മിക്കാൻ കഴിവുള്ള സിസ്റ്റങ്ങളാണിവ. ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടി വിടുമ്പോൾ അത് പഴയ രൂപത്തിലേക്ക് തന്നെ തിരികെ വരാൻ ശ്രമിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇത്തരം സങ്കീർണമായ യാഥാർത്ഥ്യങ്ങളെ കമ്പ്യൂട്ടറിൽ അനുകരിക്കുക എന്നത് ക്വാണ്ടം സർക്യൂട്ടുകളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പരമാവധി പരിധി വരെ വലിച്ചു നീട്ടുന്നു. ഇതിനൊരു പരിഹാരമെന്ന നിലയിലാണ് ഹൈബ്രിഡ് ക്വാണ്ടം ക്ലാസിക്കൽ അൽഗോരിതങ്ങൾ വരുന്നത്. ഇതൊരു ടാഗ് ടീം റെസ്ലിംഗ് മത്സരം പോലെയാണെന്ന് ചിന്തിക്കാം. ഭൂരിഭാഗം സാധാരണ കണക്കുകൂട്ടലുകളും നമ്മുടെ ഇന്നത്തെ കരുത്തുറ്റ ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ തന്നെ ചെയ്യും. എന്നാൽ അവർക്ക് ഒട്ടും പരിഹരിക്കാൻ കഴിയാത്ത ഏറ്റവും സങ്കീർണമായ ഭാഗങ്ങൾ വരുമ്പോൾ മാത്രം ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ അവിടേക്ക് ക്ഷണിക്കുന്നു. ഇങ്ങനെ വളരെ കുറഞ്ഞ ക്യൂബിറ്റുകൾ മാത്രം ഉപയോഗിച്ച് വളരെ കാര്യക്ഷമമായി നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കണം. നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന അൽഗോരിതങ്ങളും സോഫ്റ്റ്വെയറുകളും എത്രയൊക്കെ ബുദ്ധിപരമാണെങ്കിലും അവയെല്ലാം പ്രവർത്തിക്കുന്നത് ക്വാണ്ടം ഫിസിക്സിന്റെ താറുമാറായ നിയമങ്ങൾക്ക് താഴെയാണ്. ക്യൂബിറ്റുകളുടെ ഭൗതികമായ ദുർബലത എപ്പോഴും നമുക്ക് മുകളിലൊരു വാള് പോലെ തൂങ്ങി നിൽക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ പൂർണ്ണമായും മറികടക്കുക എന്നതാണ് വിശ്വസനീയമായ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. നമ്മൾ പരിശോധിച്ച പഠനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നൊരു പ്രധാന കാര്യമുണ്ട്. ഒരു ലാബിലിരുന്ന് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന് ഒറ്റയ്ക്ക് ഈ ക്വാണ്ടം നേട്ടം കൈവരിക്കാൻ കഴിയില്ല. ഭൗതിക ശാസ്ത്രജ്ഞർ ക്യൂബിറ്റുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ എഞ്ചിനീയർമാർ മികച്ച ഹാർഡ്വെയറുകൾ ഉണ്ടാക്കണം. ഒപ്പം കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകൾ അതിനനുയോജ്യമായ ബുദ്ധിപരമായ അൽഗോരിതങ്ങൾ എഴുതുകയും വേണം. എല്ലാവരും കൂടിച്ചേർന്നുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഈ ലക്ഷ്യം നേടാനാകൂ. അപ്പോ ഇന്നത്തെ ഈ വിശകലനത്തിന്റെ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്. പിഴവുകൾ തിരുത്താൻ കഴിയുന്ന ആ പാലം നമ്മൾ വിജയകരമായി നിർമ്മിക്കുമോ? അതോ ഈ പറഞ്ഞ പാരിസ്ഥിതിക ശബ്ദങ്ങളും തടസ്സങ്ങളും നമ്മെ എക്കാലവും സാധാരണ കമ്പ്യൂട്ടറുകളുടെ പരിമിതികളിൽ തന്നെ തളച്ചിടുമോ? നിങ്ങൾക്കെന്തു തോന്നുന്നു? അടുത്ത വിശകലനത്തിൽ പുതിയൊരു വിഷയവുമായി കാണാം.